എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്നൊരു നാടൻ മട്ടൻ കറിയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് പ്രഷർ കുക്കറിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഏലക്കയും 2 ഗ്രാമ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക. ഇനി അടുത്തതായി ഞാൻ ചേർക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക്, ഇത് 3 കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കാം. ഈ പെരിഞ്ജീരകം ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം ഫ്രഷായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇങ്ങനെ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത് നമ്മൾ ചേർക്കുമ്പോൾ കറികൾക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. രണ്ട് സവാള ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെയും ഇത് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴറ്റിയ ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് 2 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1/3 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റുക. ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റണം. ഇതിനൊരു 3 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മട്ടൺ ചേർത്ത് കൊടുക്കാം. എല്ലോട് കൂടിയ 1/2 കിലോ മട്ടനാണ് ചേർത്തിട്ടുള്ളത്. ഇത് മസാലയുമായിട്ട് ചേർത്ത് ഒരു 5 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 1/4 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന മട്ടൺ അനുസരിച്ച് വേവിക്കുന്നതിൻ്റെ സമയം വ്യത്യാസം വരാം. അതുകൂടാതെ ഉപയോഗിക്കുന്ന കുക്കറിനനുസരിച്ചും, അതായത് അലുമിനിയം കുക്കറിലും ഇതുപോലുള്ള കുക്കറിലും സമയത്തിൽ ചെറിയ വ്യത്യാസം വരാം. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ ചെയ്യുന്നത് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരുമ്പോൾ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യും. സ്റ്റീം മുഴുവൻ പോയ ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ നാടൻ മട്ടൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഡെലീഷ്യസ് റെസിപ്പീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.